എല്ലാവർക്കും നമസ്കാരം. VPR കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് VPR കിച്ചണിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് നമ്മുടെ ഈ ബേസിനകത്തിരിക്കുന്നത്. ഈ ചിക്കൻ നമ്മൾ മുഴുവനും കൂടെ വറക്കുകയാണ്. നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി നന്നായിട്ട് എരിവുമൊക്കെ ചേർത്ത് ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് മുഴുവനോടെ എണ്ണയ്ക്കകത്തൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കണം. ഈ മസാലയെല്ലാം ഇതിനകത്തോടെ എല്ലാം ശരിക്കും കയറി ചെല്ലത്തക്ക രീതിയിൽ ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിനകത്തേക്കൊക്കെ ശരിക്കും മസാല നമ്മൾ കയറ്റി വരഞ്ഞു കൊടുക്കണം. മസാല വെറുതെ പുരട്ടിയാൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയില്ല. അപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. എല്ലാ ഭാഗത്തും അകത്തും പുറത്തും എല്ലാം ശരിക്കും നമ്മൾ വരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ചിക്കൻ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പുപൊടി ചേർക്കുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പും പാകത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി വൃത്തിയായിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. പാകത്തിന് അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് ഈ ചിക്കൻ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വലിയ കഷ്ണം ഇഞ്ചി നമ്മളെടുത്തായിരുന്നു. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൂടാതെ കുരുമുളക് പൊടി ഒരല്പം ചേർത്തിട്ടുണ്ട്. ഈ 3 കൂട്ടം നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തതാണിത്. ഈ പേസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇത് കാശ്മീരി ചില്ലിയാണ്. ഇതൊരു 3 സ്പൂൺ കാശ്മീരി ചില്ലിയുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പൊടിച്ച സ്ട്രോങ് മസാലപ്പൊടിയാണ്. ഇതൊരു 1 സ്പൂണേ ഉള്ളൂ. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇതിനകത്ത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ സ്പൂൺ വിനാഗിരിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കൈക്ക് തന്നെ കുഴച്ചെടുക്കണം. അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ നന്നായിട്ട് കുഴച്ച് നല്ല വൃത്തിയായിട്ട് യോജിപ്പിച്ച് മാവ് പോലെ ആക്കിയെടുക്കുകയാണ്. ആവിക്ക് വെച്ച ചിക്കൻ വേവായിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ വറുത്തെടുക്കാനുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മളൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇത് 2 മീഡിയം സവാള ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 പച്ചമുളക് നടുവേ കീറിയതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തതിന്റെ ആവശ്യത്തിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. സവാളയും മുളകും വെളുത്തുള്ളിയും ഒക്കെ പാകത്തിന് മൂപ്പാക്കി ഒരുമാതിരി നല്ല ചുമക്ക് തന്നെ നമ്മൾ വറുത്തെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കുകയാണ്. ചിക്കൻ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ അടപ്പത്ത് വെച്ചിട്ടുള്ളൂ. ഇത് മറിച്ചിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് നോക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഒന്നുകൂടി മറിച്ചിടാം. നമ്മുടെ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിത് പാത്രത്തിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങിയ ചിക്കൻ ഫ്രൈ ആണിത്. എണ്ണയ്ക്കകത്തൊന്ന് മുക്കിയെടുക്കണം, ഒന്ന് ഉണക്കിയെടുക്കണം.
നമ്മുടെ ചിക്കൻ ഫ്രൈ. വെറും ചിക്കൻ ഫ്രൈ അല്ല, ഒരു ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് നന്നായിട്ട് വറുത്തെടുത്ത ചിക്കൻ. ആ ചിക്കൻ നമ്മൾ സവാള വറുത്തെടുത്തത്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തതാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് ചിക്കൻ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുത്തെടുത്തിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ അങ്ങോട്ട് ചിക്കൻ വറുത്ത് വെച്ചിട്ട് നമ്മുടെ ഇടുക്കിയിലെ സ്വന്തം ഉൽപ്പന്നമായ കപ്പ പുഴുങ്ങിയതും ചേർത്ത് കഴിച്ചാൽ, ഒരു പിടി പിടിച്ചാൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമായിരിക്കും ഇടുക്കി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ ചിക്കൻ ഫ്രൈ. ഇതിന്റെ റെസിപ്പി തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണമെന്ന് ഞാൻ ബഹുമാനപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നാളിതുവരെ നമ്മുടെ ചാനലിന് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സംഭാവനകൾക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ ചിക്കൻ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചിക്കൻ ഫ്രൈയുടെ വർക്ക് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.